നമുക്ക് 6th സ്റ്റാൻഡേർഡ് പഠിക്കാം. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്താണെന്നാണ്. SI യൂണിറ്റ് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേ മെഷർമെൻ്റ് ആയിരിക്കും. ലോകത്തെവിടെയും നമ്മളിപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് ലോകത്തെവിടെയും ഇത്ര ഡിസ്റ്റൻസിനെ ആയിരിക്കും 1 മീറ്റർ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എത്ര മീറ്ററാണ്, അതെല്ലാം എല്ലായിടവും സെയിം ആയിരിക്കും. അതിനെയാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. 7 ഇൻ്റർനാഷണൽ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. അത് പിന്നീട് വലിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ അത് പഠിക്കും. ഇനി റെക്റ്റിലീനിയർ മോഷൻ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള മോഷനെയാണ് നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഒരു സർക്കിളിൽ പോകുന്ന മോഷനെ നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയും. പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലുള്ള മോഷൻ, അതായത് 1 സെക്കൻഡിൽ അങ്ങോട്ട് പോയി 1 സെക്കൻഡിൽ ഇങ്ങോട്ട് വന്നു, 1 സെക്കൻഡിൽ അങ്ങോട്ട് പോയി 1 സെക്കൻഡിൽ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ പെൻഡുലം മോഷൻ, അതിനെ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ലുമിനസ് ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ ഒരു ലൈറ്റിനെ പുറപ്പെടുവിപ്പിക്കാൻ പറ്റുന്ന ഓബ്ജക്ട്സിനെ ലുമിനസ് ഒബ്ജക്ട്സ് എന്ന് പറയും. അതായത് സ്വന്തമായിട്ട് ലൈറ്റ് സോഴ്സിനെ കൊടുക്കാൻ പറ്റുന്ന ഒബ്ജക്റ്റ്, അതിനെയാണ് ലുമിനസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിനകത്തൂടെ ലൈറ്റ് പാസ് ചെയ്യുവാണെങ്കിൽ അതിനെ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. കുറച്ച് ലൈറ്റ് പാസ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഒട്ടും ലൈറ്റിനെ കടത്തിവിടാത്തതിനെ നമ്മൾ ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറയും. ഒപ്പേക്ക് ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ ഒരു മിററിനകത്തോട്ട് ഒരു ലൈറ്റ് വന്നത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയും. ഇനി ഒരു സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിസിറ്റിയുടെ കംപ്ലീറ്റ് പാത്തിനെയാണ് നമ്മൾ, അതായത് ഒരു പാത്ത്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത്, അതിനകത്തൂടെ ഇലക്ട്രിസിറ്റിയെ നമ്മൾ പാസ് ചെയ്യാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഒരു പാത്തിനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കറണ്ടിനെ പാസ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെ കണ്ടക്ടർ എന്ന് പറയും. ഒട്ടും കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് പറയും. ഒരു സ്വിച്ച് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ, ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ആണെങ്കിൽ ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കും, അപ്പോൾ കറണ്ട് പോകും. ഒരു സ്വിച്ച് ഓഫ് ആണെങ്കിൽ ആ സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കും, കറണ്ട് അതിനകത്തൂടെ പാസ് ചെയ്യത്തില്ല. ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഡിസ്കവർ ചെയ്തേക്കുന്നത് നാച്ചുറൽ സ്റ്റോണായ ലോഡ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോണിൽ നിന്നാണ് ആദ്യത്തെ മാഗ്നറ്റ് ഡിസ്കവർ ആയത്. മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഓബ്ജക്ട്സ് ആണ് അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ. ഇതെല്ലാം അട്രാക്റ്റഡ് ടു മാഗ്നറ്റാണ്. ഒരു മാഗ്നറ്റിന് ഒരു മാഗ്നറ്റ് ആണെങ്കിൽ ഈ മാഗ്നറ്റിന് നോർത്ത് പോളും കാണും, സൗത്ത് പോളും കാണും. ഇപ്പോൾ ഈ മാഗ്നറ്റിന് ഞാൻ നടുവേ ഇങ്ങനെ മുറിച്ചെന്ന് വെച്ചോ, ഇങ്ങനെ മുറിച്ചാൽ ഈ ഒരു പോർഷൻ സൗത്ത് പോളായും ഈ ഒരു പോർഷൻ നോർത്ത് പോളായിട്ടും മാറും. കണ്ടോ? പിന്നെ ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. ലൈക്ക് പോൾസ് എന്ന് പറയുന്നത് നോർത്ത് പോളും റിപ്പൽ ചെയ്യും, സൗത്ത് പോളും റിപ്പൽ ചെയ്യും. പക്ഷേ നോർത്ത് പോൾ സൗത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ നോർത്ത് പോൾ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 6th സ്റ്റാൻഡേർഡിൽ ഫിസിക്സ് ഉള്ളത്. ഇനി നമുക്ക് കെമിസ്ട്രി പോർഷൻ വരുവാണെങ്കിൽ അതിനകത്തുള്ളത് എന്തൊക്കെ 2 തരം സബ്സ്റ്റൻസുകളുണ്ട്. ഹാർഡ് സബ്സ്റ്റൻസും ഉണ്ട്, സോഫ്റ്റ് സബ്സ്റ്റൻസും ഉണ്ട്. ഹാർഡ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ അതിനെ ഒരു പ്രഷർ ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യാനോ പാടായിരിക്കും. സോഫ്റ്റ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രഷർ ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യാനോ എളുപ്പമായിട്ടുള്ളതിനെയാണ് സോഫ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. വേറെ തരം ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസ് ഉണ്ട്, അതായത് വെള്ളത്തിൽ കലക്കാൻ പറ്റുന്നത്. ഇൻസൊല്യൂബിൾ എന്ന് പറയുന്നത് വാട്ടറിലോട്ട് കലങ്ങാത്തത്, അതിന് ഇൻസൊല്യൂബിൾ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ സൊല്യൂബിൾ സബ്സ്റ്റൻസിന് ആളുകളാണ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസിനാണ് സസ്പെൻഷൻ ഉണ്ടാക്കുന്നത്. അതായത് ഇങ്ങനെ ഇപ്പോൾ കലങ്ങാത്തൊരു വെള്ളത്തിനെ നമ്മൾ സസ്പെൻഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു വെള്ളത്തിനകത്ത് ചോക്കുകൂടി കലക്കുന്നു, കലങ്ങുന്ന ഒരു വെള്ളത്തിനെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയും. അതായത് ഒരു വെള്ളത്തിനകത്ത് ഉപ്പ് കലക്കുന്നു, അതൊരു സൊല്യൂഷനാണ്. ഇനി 2 സബ്സ്റ്റൻസുകളുണ്ട്. ഫ്ലോട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഉണ്ട്, സിങ്ക് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച പോലെ ഫ്ലോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തുവാ, ഒരു സബ്സ്റ്റൻസ് വെള്ളത്തിനേക്കാളിലും അതിൻ്റെ ഡെൻസ് കുറവാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും, അത് കൂടുതലാണെങ്കിൽ അത് സിങ്ക് ചെയ്യും. 2 തരം കണ്ടക്ടേഴ്സ് ഉണ്ട്, ഗുഡ് കണ്ടക്ടേഴ്സും ഉണ്ട്, ബാഡ് കണ്ടക്ടേഴ്സും ഉണ്ട്. ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റിൻ്റെ കേസിലും ഇലക്ട്രിസിറ്റിയുടെ കേസിലും ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് വിച്ച് വിൽ പാസ് ഇലക്ട്രിസിറ്റി ഓർ ഹീറ്റ്. ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ വിച്ച് വിൽ നോട്ട് പാസ് ഇലക്ട്രിസിറ്റി ഓർ ഹീറ്റ്. ഓക്കെ, ഇനി നമുക്കൊരു 2 മിക്സ് ആയിപ്പോയി, അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഹാൻഡ് പിക്കിങ്, കൈവച്ച് പറക്കിയെടുക്കാം. വിനോയിങ് എന്ന് വെച്ചാൽ അതായത് നമ്മളൊരു 2 സബ്സ്റ്റൻസ് മിക്സ് ആയാലും ഒരു സബ്സ്റ്റൻസ് മറ്റേ സബ്സ്റ്റൻസിനെക്കാളും ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ വിനോയിങ് ഉപയോഗിക്കും. അതായത് വിൻഡ് പാസ് ചെയ്യുമ്പം ആ ലൈറ്റായിട്ടുള്ളത് പറന്നു പോകും, അതിനെയാണ് വിനോയിങ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഇപ്പം നെല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്യത്തില്ല, അത് വിനോയിങ് കൺസെപ്റ്റ് വെച്ചിട്ടാണ്. സീവിങ് എന്ന് പറയുന്നത് അരിപ്പ. സെഡിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ
രണ്ട് സബ്സ്റ്റൻസുകൾ അതിൽ ഒരെണ്ണം മിക്സ് ആവില്ല, സസ്പെൻഷനായിട്ട് തറയിൽ കിടക്കുമെങ്കിൽ നമ്മളത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പം ഒരെണ്ണം സസ്പെൻഷനായിട്ട് തറയിൽ ഇങ്ങനെ കിടക്കും, അതായത് അടിയിൽ ഇങ്ങനെ അടിമട്ടി പോലെ കിടക്കും. അപ്പം മേളിലുള്ളത് നമുക്ക് മാറ്റിക്കളയാം. അപ്പോൾ ആ കിടക്കുന്ന ആ പ്രോസസ്സിനെ സെഡിമെൻറ്റേഷൻ എന്നും ആ മേളിലുള്ളത് നമ്മൾ ഊറ്റി മാറ്റിക്കളയുന്നതിനെ നമ്മൾ ഡിക്കാൻറ്റേഷൻ എന്നും പറയും. ഓക്കെ, ഇനി ഫിൽട്രേഷൻ നമുക്കറിയാമല്ലോ. അരിപ്പ ഉപയോഗിച്ച് നമ്മൾ ഈ സീവിങ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു കേക്ക് മിക്സ്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ സീവ് ചെയ്ത് കളയില്ലേ, അതായത് ഇപ്പം ഒരു അരിപ്പൊടിക്കകത്ത് കല്ല് വീണു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു അരിപ്പ വെച്ച് വേയുമ്പം ആ കല്ല് മേലിൽ വന്നിങ്ങനെ നിൽക്കും, അടിയിലൂടെ ആ ചെറിയ പൂഴ്സിൽ കൂടെ അരിപ്പൊടി താഴേക്ക് വീഴും. അതിനെയാണ് സീവിങ് എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അരിക്കുന്നു, അതായത് നമ്മളിപ്പോൾ വെള്ളത്തിനകത്തോട്ട് ചായപ്പൊടി ഇങ്ങനെ കലക്കി, അത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇവാപറേഷൻ എന്ന് പറയുന്നത് ഇപ്പം കടലിൽ നിന്ന് ഉപ്പെടുക്കുന്നത് ഇവാപറേഷൻ പ്രോസസ്സിങ്ങിൽ കൂടെയാണ്. അതായത് ആ വെള്ളത്തിനകത്ത് ഉപ്പിൻ്റെ അംശമുണ്ട്, അപ്പം നമ്മൾ ഇവാപറേറ്റ് ചെയ്യും, ചൂട് കൊടുക്കുമ്പം ആ വെള്ളം അങ്ങ് ഇവാപറേറ്റ് ചെയ്ത് പോവും, ബാക്കി അവിടെ ഉപ്പ് അവിടെ തറ കിടക്കും. അതിനാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. റിവേഴ്സിബിൾ ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് വരുത്താൻ പറ്റുന്ന ഒരു പ്രോസസ്സ് നടന്നു, അത് തിരിച്ച് ആ ഇനിഷ്യൽ സബ്സ്റ്റൻസ് തിരിച്ചു കൊണ്ടുകൊടുക്കാൻ പറ്റാവുന്നതിനെ റിവേഴ്സിബിൾ ചേഞ്ച് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു ഐസ് ക്യൂബ് മെൽറ്റായി, ആ മെൽറ്റായി കഴിഞ്ഞ് വീണ്ടും ആ വെള്ളത്തിനെ നമുക്ക് തിരിച്ച് വീണ്ടും ഐസ് ക്യൂബ് ആക്കാം, അത് റിവേഴ്സിബിൾ ചേഞ്ചാണ്. പക്ഷെ നമ്മളൊരു വുഡ് കത്തിച്ചു, പക്ഷേ ആ കത്തിച്ച വുഡിനെ തിരിച്ച് വുഡാക്കാൻ പറ്റത്തില്ല, അപ്പം അതിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്നും പറയാം. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ സെയിം തന്നെ സബ്സ്റ്റൻസ് നിൽക്കുകയാണ് ഈവൻ ആഫ്റ്റർ സം ചേഞ്ച്, അതിനെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഗ്ലാസ് പൊട്ടിച്ചു, അപ്പോൾ ആ ഗ്ലാസ് തന്നെയല്ലേ പൊട്ടുന്നത്, അല്ലാതെ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതിനെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പേപ്പർ നമ്മൾ കത്തിച്ചു, അപ്പോൾ ആ പേപ്പർ അല്ല പിന്നീടുള്ള പ്രോഡക്റ്റ്, അതൊരു ആഷായി മാറി വേറൊരു സബ്സ്റ്റൻസായി മാറി, അതിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെന്താ, എയറിനകത്തുള്ള കോമ്പോസിഷൻ, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. നൈട്രജനാണ് കൂടുതലുള്ളത് 78%, ഓക്സിജൻ എന്ന് പറയുന്നത് 21%, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് 0.03%. ഇത്രയാണ് 6th സ്റ്റാൻഡേർഡിലുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി.